പ്രിയപ്പെട്ട പ്രേക്ഷകര, തമിഴകത്തിതാ ഒരു മാസ് ഉത്തരവുമായി നമ്മുടെ വിജയ്. മദ്യശാലകൾ അടച്ചുപൂട്ടാൻ ഉത്തരവ്. 717 ടാസ്മാക് ഷോപ്പുകൾ അടച്ചുപൂട്ടും. സ്കൂളുകൾ, ക്ഷേത്രങ്ങൾ, ബസ് സ്റ്റാൻഡ് എന്നിവയ്ക്ക് സമീപമുള്ള ടാസ്മാക് ഷോപ്പുകളാണ് അടച്ചുപൂട്ടുക. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. സായ്കുമാർ ചേരുന്നു. സായ്കുമാർ, വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് തൊട്ടടുത്ത 2ാമത്തെ ദിവസം വലിയ തീരുമാനമാണ് വരുന്നത്. ടാസ്മാക് ഷോപ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ബെവറേജ് ഷോപ്പുകൾ പോലെയാണെങ്കിലും കുറച്ചുകൂടിയൊക്കെ സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ആളുകൾക്ക് അടുത്തിരുന്ന് മദ്യപിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളും ഒക്കെയുള്ള ഒരു സംവിധാനം പല ടാസ്മാക് ഷോപ്പുകൾക്കും ഒപ്പമുണ്ട്. പലരും ബസ് സ്റ്റാൻഡുകൾക്കുള്ളിലൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച നിലയിൽ നമുക്ക് കാണാമായിരുന്നു. സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ധാരാളം ടാസ്മാക് ഷോപ്പുകൾ ഉണ്ട്. ഇപ്പോൾ ഈ ഉത്തരവ് വരുന്നത് ടാസ്മാകിലെ എല്ലാ ഷോപ്പുകളും അടച്ചുപൂട്ടാനാണോ, അതല്ല സ്കൂളുകൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും പരിസരത്തുള്ള ടാസ്മാക് ഷോപ്പുകൾ മാത്രം അടച്ചുപൂട്ടാനാണോ? സായ്കുമാർ, എന്താണെങ്കിലും അതൊരു വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ആദ്യ പ്രസംഗത്തിൽ തന്നെ ഈ ലഹരി വ്യാപനം തടയുന്നതിന് കൃത്യമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകും. നമ്മുടെ കുട്ടികളെ, നമ്മുടെ വിദ്യാർത്ഥികളെ ലഹരി വഴിയിലേക്ക് പോകാതെ നോക്കാനുള്ള എല്ലാ കരുതലും ഉണ്ടാകും എന്ന് വിജയ് ഉറപ്പ് നൽകിയതാണ്. TVKയുടെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നുമായിരുന്നു അത്. ഇപ്പോൾ ഇതാ സർക്കാർ അധികാരമേറ്റെടുത്ത ആദ്യ ഉത്തരവുകളിൽ ഒന്നായി ഈ ടാസ്മാക് ഷോപ്പുകൾ അടച്ചുപൂട്ടുകയാണ്. അത് ഏകദേശം 4765 ടാസ്മാക് ഷോപ്പുകളാണ് തമിഴ്നാട്ടിൽ ആകെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൽ 717 ഷോപ്പുകൾക്കാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പൂട്ടുവീഴുക. ആ ഉത്തരവ് പൊതുജന താൽപര്യാർത്ഥം പുറത്തിറക്കുന്നു എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. അതുപ്രകാരം സ്കൂളുകൾ, കോളേജുകൾ, ബസ് ടെർമിനലുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ സ്കൂളുകൾ, ക്ഷേത്രങ്ങൾ എന്നിവയിൽ നിന്ന് ഏകദേശം 500 മീറ്റർ പരിധിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ടാസ്മാക് ഷോപ്പുകളും അടച്ചുപൂട്ടാനാണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. 2 ആഴ്ചക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി തന്നെ ഇപ്പോൾ പരിശോധന നടത്താൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം ആരാധനാലയങ്ങൾക്ക് സമീപം ഏകദേശം 276 മദ്യശാലകളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം 186 പ്രവർത്തിക്കുന്നു എന്നാണ് കണക്ക്. അതോടൊപ്പം ബസ് സ്റ്റാൻഡുകൾക്ക് സമീപം 255 എണ്ണം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പ്രാഥമികമായി തന്നെ ഇപ്പോൾ സർവേയിലൂടെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയൊക്കെ സ്വാഭാവികമായി അടച്ചുപൂട്ടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 717 എണ്ണം അടച്ചുപൂട്ടേണ്ടി വരും എന്ന ഒരു കണക്കാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ സർക്കാരിന് നൽകിയിട്ടുള്ളത്. അത് 2 ആഴ്ചക്കകം തന്നെ അതിൽ പൂട്ട് വേണം. അത് മറികടന്ന് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കാനും ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളിലേക്ക്, ഉത്തരവുകളിലേക്ക് തന്നെ വിജയ് ആദ്യഘട്ടത്തിൽ തന്നെ കടക്കുകയാണ്. പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നും കൂടിയായിരുന്നു ഇത്. ഓക്കെ, ടാസ്മാക് ഷോപ്പുകൾ അടച്ചുപൂട്ടും. 717 എണ്ണം, 4500ഓളം ഇത്തരത്തിലുള്ള മദ്യശാലകൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു, വ്യാപകമായിരുന്നു. നമുക്ക് തമിഴ്നാട് ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം കണ്ണിൽപ്പെടുന്നത് ചായ ഷോപ്പ് പോലെയല്ല, ടാസ്മാക് ഷോപ്പ് എന്നാണ്. നമ്മളൊക്കെ ആദ്യം വരും ഇതെന്തോന്ന്, നമ്മുടെ പപ്പു ഒക്കെ സിനിമയിൽ പറയുന്ന പോലെ ഇത് വായിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ടാസ്മാക് അല്ല, ടാസ്മാക് ആണ് എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ടാസ്മാക് ഷോപ്പുകൾ അടച്ചുപൂട്ടാൻ പോകുന്നു. ഇതെന്നാ വന്നതെന്നറിയാമോ? 1900